കൂടരഞ്ഞി അമ്പ് പെരുന്നാളെന്ന് പറഞ്ഞ സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങൾ ചാണ്ടിച്ചായനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്ന്. നമുക്ക് പള്ളിയുടെ ബാൽക്കണിയിലേക്ക് പോയാലോ? മുകളിലേക്ക് പോകാം ഇനി. ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നെന്താ പുട്ടും കടലയാട്ടോ. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞില്ലേ വറുത്ത് പൊടിച്ചല്ല കേട്ടോ, സോറി, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അങ്ങനെ പറഞ്ഞ് പൊടിച്ചിട്ട് വറക്കുക കേട്ടോ. പൊടിച്ചിട്ട് അരി വറുത്ത് തത്സമയം പുട്ട് വിടുന്ന കേട്ടോ. അപ്പോൾ ഇന്നും അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുവേ. അപ്പം ഇന്ന് ഒരു വളരെ പ്രത്യേകതകളുള്ള ദിവസമാണ്, നമ്മുടെ ഇടവകയിലെ പെരുന്നാളൊക്കെ കൂടിയാട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, രാവിലെ ഇച്ചിരി തിരക്കുണ്ട്. അപ്പോൾ തിരക്കുണ്ടെങ്കിൽ പോലും ഞാൻ തിരക്കിൻ്റെ ഇടയ്ക്ക് ഈ മുറ്റത്തിലെ പണികൾ ഇടയ്ക്കിടയ്ക്ക് ലേശിച്ച് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തലയിൽ തന്നെയല്ലേ ബാധ്യത. അപ്പോൾ നമ്മൾ പിന്നെ ഇത് ഇങ്ങനെ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ തന്നെ ഈ മുറ്റത്തെ ഈ പുല്ല് കൊണ്ട് കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ലേശ് എന്നും അടിച്ചു വാരിയും ഒക്കെ നീക്കുന്നുണ്ട്. എങ്കിൽ പോലും പിന്നെ ഈ പുല്ലുകൾ ഇങ്ങനെ കിളുത്ത് വരും കേട്ടോ. അന്നേരം ഞാൻ ഈ പെയിൻറ്റിങ്ങുകാർ കൊണ്ട് കിടക്കുന്ന ഒരു പരന്ന ഒരു ആയുധമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ, അപ്പോൾ എനിക്ക് ഒരു എളുപ്പം തോന്നി കേട്ടോ. പിന്നെ കുറച്ച് കൈ കൊണ്ട് പറിക്കാവുന്ന കൈ കൊണ്ട് പറിച്ചും ആയുധം കൊണ്ട് പറിക്കാണ്ട് ആയുധം കൊണ്ട് പറിച്ചും ഒക്കെ ഞാനിങ്ങനെ മുറ്റത്തെ കാടൊക്കെ ഒരു വിധത്തിലാക്കിയേ. പിന്നെ കടലയൊക്കെ കറി വെച്ചു കേട്ടോ. രാവിലെ ഞാൻ മുറ്റം അടിക്കാൻ നേരമാണ് ഈ മുറ്റത്തെ പരിപാടി ചെയ്തത്. പിന്നെ കടലയും പുട്ടുമാട്ടോ ഇന്നത്തെ നമ്മുടെ ഫുഡ്. അപ്പോൾ ഗ്യാസൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കൂട്ടുകാരെ എനിക്ക് എളുപ്പമായിട്ടോ. എങ്കിലും ഞാൻ മുറ്റത്ത് പാചകം ചെയ്യും കേട്ടോ. എനിക്ക് മുറ്റത്ത് വെച്ചും ചെയ്യുന്ന ഇഷ്ടമാണ് കേട്ടോ. അപ്പം പിന്നെ അത് ആ മുറ്റത്ത് നിന്ന് നമ്മൾ പാചകം ചെയ്യുമ്പോൾ എന്താ കാക്ക വരുന്നതും നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ടും ഒക്കെ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നല്ലൊരു വൈബാട്ടോ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇനി അങ്ങനെയും പാചകം ചെയ്യുന്ന വീഡിയോസ് ഞാൻ തുടർച്ചയായിട്ട് ഇടാം കേട്ടോ. പക്ഷെ ഇന്ന് തിരക്കുള്ള ദിവസമല്ലേ, ഇന്ന് കുട്ടികൾ വരുന്നുണ്ട്, അവർ പെരുന്നാൾ കൂടാൻ വരുന്നുണ്ട്. അപ്പോൾ എന്താ കുറേ കാര്യങ്ങളുണ്ട്. അതുമല്ല, നമ്മൾ ചേടത്തിയുടെ അടുത്തൊന്ന് പോകണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു തലേ ദിവസം. പെരുന്നാളൊക്കെയാണ്, ചേടത്തി പെരുന്നാളിന് പോകണ്ടോ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. നമ്മൾ ഇവിടുന്ന് പോകുന്നത് പിന്നെ അങ്ങനെയൊന്നും ചേടത്തിനെ കാണാൻ പോകലൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നൊരു ചേടത്തിയായിരുന്നേ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഫേവറേറ്റാട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കാണാൻ ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയെ. ഈ വഴി ഇതിലെ മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പഴയ വീട് ഇവിടെയായിട്ടോ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം കണ്ടില്ലേ എത്ര മനോഹരമായ ഏരിയ എന്നറിയാവോ. നല്ല നെൽപ്പാടങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഇപ്പോൾ അത് നമ്മൾ പോകുന്നത് പിന്നെ ഇവിടെയൊക്കെ കുറച്ച് കാട് കൂടിയിട്ടുണ്ടോ എന്ന് സംശയം. പിന്നെ ആ കാണുന്ന കണ്ടില്ലേ, ഇതാട്ടോ നമ്മൾ പറഞ്ഞ വീടേ.
ഈ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ വാടകയ്ക്ക് ആൾക്കാരാട്ടോ. ഇവിടെ നിന്നുകൊണ്ടാട്ടോ നമ്മൾ നമ്മുടെ വീടിന് പണി കഴിപ്പിച്ചതൊക്കെ. ഇത് അതിൻ്റെ ബാക്ക് ഭാഗമാണ്. അപ്പോൾ ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അവിടെ പൂട്ടിയിട്ടിട്ട് അവരൊക്കെ പുറത്ത് പോയത്, എന്താ അറിയില്ല അവരെവിടെ പോയതാന്ന്. അപ്പം ഞങ്ങളതിലേ ചെന്നപ്പം ആ വീടിൻ്റെ ബാക്ക് ഭാഗമൊക്കെ ഒന്ന് എടുത്തു കേട്ടോ. ഇവിടെ ഞങ്ങൾ കുറച്ച് തൈകൾ ഞങ്ങൾ നട്ടുവെച്ച് ബ്രഹ്മി, പിന്നെ കുറച്ച് നമ്മുടെ മഞ്ഞൾ, കസ്തൂരി മഞ്ഞളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുകയും ചെയ്യണം. പിന്നെ സാമ്പാർ ചീര, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അത് നമുക്ക് പിന്നെ പറിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെച്ചിട്ട് പോയതാട്ടോ, വെറ്റക്കൊടി. അപ്പോൾ അതിൻ്റെയൊക്കെ തൈ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പോയതാട്ടോ. പിന്നെ അവരാരും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അകത്തൊന്നും കയറി കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ ഈ വീട്ടിലാട്ടോ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നതും. ഈ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ കുറേ നാൾ നമ്മളിവിടെ താമസിച്ചു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ വീട്ടിൽ നിന്ന് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്, വീഡിയോ എടുത്ത് ഫുള്ളാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ എനിക്ക് അവിടെ വീട് പണിയായതുകൊണ്ട് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ വീഡിയോസൊന്നും ചെയ്തില്ല. പക്ഷേ ഈ റബ്ബർ തോട്ടമൊക്കെ ഞാനതിൽ ഇങ്ങനെ വരുന്നതും ഇതിൻ്റെ മനോഹാരിതയൊക്കെ അതിലും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇലകൾ പൊഴിച്ച റബ്ബർ തോട്ടം എന്നൊക്കെ പറഞ്ഞ് കിളികളുടെ ഒച്ചയൊക്കെ പറഞ്ഞ് അന്ന് നല്ലോണം ഷൂട്ട് ചെയ്ത് അത് നല്ല ഭംഗിയുള്ളൊരു വീഡിയോസൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഏരിയയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ചേട്ടത്തിയുടെ വീടെത്തി കേട്ടോ. ഈ ചേട്ടത്തിയായിട്ട് കുറച്ച് കുശലമൊക്കെ പറയാം. അപ്പം നമുക്ക് ചേട്ടത്തിയോട് ഉള്ള വിവരങ്ങൾ അറിയണ്ടേ? എനിക്ക് അതിലൊന്നും നടക്കത്തില്ല. പിന്നെ പള്ളിക്കാർ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ശിവണ്ടായിരുന്നു തീരെ അങ്ങോട്ടിറങ്ങിയിരുന്നെ പിടിക്കാതെ ഒരു ജോഡ് പോലും വെക്കത്തില്ല. അവിടെ വീഴും. ഇച്ചിരി വേണം അങ്ങനെ പറിച്ചു. കപ്പ ഉണ്ടെന്ന് വാഴക്കൊലയൊക്കെ ഇഷ്ടം പോലെയാണ് ഇവിടെ. പഴുത്തല്ല ആരും ഞാൻ ചെറിയ കൊലയായതുകൊണ്ട് പഴുത്തില്ല, പഴുത്തില്ല കൊണ്ടാകാൻ. എല്ലാം എന്നെ കഴിച്ച് വെച്ചിട്ടുണ്ട്. ദീപ എൻ്റെ ജീപ്പും എരിവുണ്ടാണ് കഴിച്ച് വെച്ചത്. അപ്പോൾ കയറി അവൾ വരും. ഞാനിതിൽ കഞ്ഞിയും കൂടെ വെക്കുന്ന കൊട്ടനെല്ലാം ഞുറുക്കി തന്നു. ഇന്നലെ മേടിച്ചിട്ട് ഇന്ന് മേടിച്ചാൽ കിട്ടിയല്ല. ഞാൻ രാവിലെ പോയി മേടിച്ചു, ബേസറി വെച്ചു, നല്ല ഇറച്ചി കിട്ടി. പയ്യെ മതി എന്നോർത്താണ്. അവർക്ക് കപ്പയൊക്കെ മതി, കഞ്ഞി എല്ലാവരും ഇച്ചിരി തിന്നുള്ളൂ. ആര് തിന്നാൻ? ചീവയാണേലും ഇച്ചിരിയും തിന്നും. എനിക്കൊന്നും തിന്നത്തില്ല. അയ്യോ, ഇത് കിട്ടുന്നില്ല. ഇച്ചിരൂടെ ഇങ്ങോട്ട് വലിച്ച് അയക്ക്. എന്നിട്ട് അങ്ങനെ തിരിച്ചാൽ മതി. രണ്ടും തിരിക്കുമ്പം കിട്ടും. അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ ഉണ്ട് അതിൽ. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ കൂട്ടുകാരെ. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയാമോ? വന്നു കഴിഞ്ഞാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു പെരുന്നാൾ വീഡിയോ ആയതുകൊണ്ട് ഞങ്ങൾ അധികമൊന്നും കാര്യങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുട്ടികൾ വരുമെന്ന് പറഞ്ഞു, വേഗം ചിക്കൻ കറി വെച്ചു, പിന്നെ ഉപ്പേരി വെച്ചു. വേഗം പിന്നെ പെരുന്നാളിന് പോകാനുള്ള ഒരുക്കങ്ങളും തത്രപ്പാടുകളും ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്രയൊക്കെ വീഡിയോയിലുള്ളൂ. പിന്നെ ഞാൻ കുട്ടികൾ വരുന്നതുകൊണ്ട് കുറച്ച് മാവൊക്കെ അരച്ചതും വെച്ചു കേട്ടോ, വട്ടയപ്പത്തിനും കുറച്ച് അപ്പത്തിനുമേ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് വേഗം പോകാനൊരുങ്ങണ്ടേ. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ ഞങ്ങൾ പെരുന്നാളിനൊക്കെ പോയിട്ടോ. ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.